അങ്ങനെ 2 മാസത്തെ വേനൽ അവധിക്കു ശേഷം കുട്ടിക്കൂട്ടങ്ങൾ ഇന്ന് വീണ്ടും സ്കൂളിലേക്ക് പോവുകയാണ്. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. രാവിലെ 10 മണിക്ക് നടക്കുന്ന ചടങ്ങ് മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. 2 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് ഇത്തവണ 1ാം ക്ലാസ്സിലേക്ക് എത്തുന്നത്. ഹാൻസ് ജോൺ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് തത്സമയം. ഹാൻസെ, ഗുഡ് മോർണിംഗ്. ഇന്ന് പ്രവേശനോത്സവ ദിവസമാണ്. കുരുന്നുകളൊക്കെ വേനൽ അവധിക്ക് ശേഷം സ്കൂളിലേക്ക് വരുന്ന ദിവസം. കുറേ പ്രതീക്ഷകളോടെ 1ാം ക്ലാസ്സിലേക്ക് വരുന്നവർ, പിന്നെ അടുത്ത ക്ലാസ്സിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുത്ത് വരുന്ന കുട്ടികൾ. അങ്ങനെ സ്കൂളിൽ എല്ലാ ഒരുക്കങ്ങളും ഒക്കെ പൂർത്തിയായി കഴിഞ്ഞോ? സേതു, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ഉള്ളത് സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം നടക്കുന്ന പട്ടം ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളാണ്, ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. ഇന്ന് രാവിലെ 10 മണിക്കാണ് ഇവിടെ വെച്ച് സംസ്ഥാനതല പ്രവേശനോത്സവം നടക്കുന്നത്. മുഖ്യമന്ത്രി VD സതീശനാണ് ഉദ്ഘാടനം. 9:30 തന്നെ എല്ലാ അതിഥികളും ഇവിടെ എത്തിച്ചേരും. നിലവിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് എന്നാണ് സ്കൂൾ അധികൃതരും അതിനോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പും അറിയിക്കുന്നത്. നമ്മളിപ്പോൾ ഈ സ്കൂളിൻ്റെ പ്രവേശന കവാടത്തിൻ്റെ പുറത്താണുള്ളത്. നമുക്ക് അകത്തേക്ക് പോയി ആ ദൃശ്യങ്ങളും ആ കാര്യങ്ങളൊക്കെ കൂടി കാണിക്കാമെന്ന് തോന്നുന്നു. ഫ്രണ്ടിൽ തന്നെ വലിയൊരു കൂറ്റൻ ആർച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ UDF സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം ഈ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് പാഠമൊന്ന് പുതുയുഗ വിദ്യാലയം എന്നുള്ളത് തന്നെയാണ്. VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അദ്ദേഹം നയിച്ച യാത്ര, പുതുയുഗ യാത്ര, അതുതന്നെയാണ് ഒരു ആശയമായി മുന്നോട്ട് വെച്ചുകൊണ്ട് ഇത്തവണയും പുതുയുഗ വിദ്യാലയം എന്നൊരു ആശയത്തിൽ ഊന്നി ഈ പ്രവേശനോത്സവം സംഘടിപ്പിക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ഈ കുട്ടികൾക്കായിട്ട് സജ്ജീകരിച്ചിരിക്കുന്ന നല്ല കളർഫുള്ളായിട്ടുള്ള കസേരകളൊക്കെ. ഈ പട്ടം സ്കൂളിൽ മാത്രം ഇത്തവണ 3 ക്ലാസ്സുകളിലായിട്ട് 90 കുട്ടികൾ 1ാം ക്ലാസ്സിലേക്ക് വരുന്നുണ്ട്. ആ 90 കുട്ടികളെ വരവേൽക്കാൻ, അതിനോടൊപ്പം തന്നെ മറ്റ് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളെ കൂടി വരവേൽക്കാനായി എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട് എന്നാണ് ഈ സ്കൂൾ അധികൃതരും അതിനോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പും പറയുന്നത്. 1400ഓളം കുട്ടികളാണ് ഈ പട്ടം സ്കൂളിൽ മാത്രം പഠിക്കുന്നത്. അത് ഹയർ സെക്കൻഡറി വിഭാഗത്തിലടക്കം നിരവധി ബാച്ചുകൾ, 7 ബാച്ചുകളൊക്കെ ഹയർ സെക്കൻഡറി വിഭാഗത്തിലുണ്ട്. പക്ഷേ നമ്മൾ സംസ്ഥാന തലത്ത് നോക്കുകയാണെങ്കിൽ 1,90,000 വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ 2 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ ഇത്തവണ 1ാം ക്ലാസ്സിലേക്ക് സംസ്ഥാന വ്യാപകമായി, അത് സർക്കാർ സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിലും അൺഎയ്ഡഡിലടക്കം 2 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ ഇത്തവണ സ്കൂളുകളിലേക്ക് എത്തുന്നുണ്ട് എന്നാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കണക്ക്. ആകെ മൊത്തം 10ാം ക്ലാസ് വരെ 31 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ സ്കൂളുകളിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ 10ാം ക്ലാസ് മാത്രമല്ല, ഹയർ സെക്കൻഡറി വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളും ഇന്ന് സ്കൂളുകളിലേക്ക് എത്തുന്നുണ്ട്. +2 ക്ലാസ്സുകളിലെ അത് ഏകദേശം ഒരു 4.5 ലക്ഷത്തോളം കുട്ടികൾ വരും. അങ്ങനെ മൊത്തം 35 ലക്ഷത്തോളം കുട്ടികളാണ് ഇന്ന് സ്കൂളുകളിലേക്ക് എത്തുന്നത്. നിലവിൽ ഇത്തവണ ഈ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് 2 പ്രത്യേകതകളാണ് പ്രധാനമായിട്ടുമുള്ളത്. ഒന്ന്, ഈ പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കൊരു പ്രതിജ്ഞയുണ്ട്. അത് പ്രധാനമായും ഈ സൈബർ സുരക്ഷയെക്കുറിച്ചിട്ടാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ സ്കൂളുകളിൽ ലഹരി തടയുക, അതിനോടൊപ്പം തന്നെ ഈ സൈബർ സുരക്ഷ, സൈബർ അവബോധം വിദ്യാർത്ഥികൾക്ക് വളർത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഒരു പ്രതിജ്ഞയാണ് ഇന്ന് ഈ പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായിട്ട് വിദ്യാർത്ഥികൾ ചൊല്ലുക. അതിനോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ് ഈ AI ദൃശ്യാവിഷ്കാരം ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവേശനോത്സവത്തിൻ്റെ ഗാനം. അത് എല്ലാ സ്കൂളുകളിലും ഇത്തവണ കാണിക്കും. കഴിഞ്ഞ വർഷങ്ങളിലും ഉണ്ടായത് തന്നെയാണ്. പക്ഷേ ഇത്തവണ ഏറ്റവും പ്രത്യേകതയുള്ളത് ഈ AI ഉപയോഗിച്ചുകൊണ്ട് പൂർണ്ണമായും ഈ പ്രവേശനോത്സവ ഗാനം തയ്യാറാക്കി എന്നുള്ളത് തന്നെയാണ്. എന്തായാലും 10 മണിക്ക് അല്ല 9:30 തന്നെ വിദ്യാർത്ഥികളൊക്കെ ഈ സ്കൂളിൽ എത്തിച്ചേരും. 10 മണിയോടുകൂടി തന്നെ ഉദ്ഘാടന ചടങ്ങുകൾ തുടങ്ങും. മുഖ്യമന്ത്രി VD സതീശൻ എത്തും. ഒപ്പം പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N ഷംസുദ്ദീൻ ഉണ്ടാവും. അദ്ദേഹമാണ് ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നത്. പിന്നെ ജില്ലയിലുള്ള മറ്റ് 2 മന്ത്രിമാരായിട്ടുള്ള CP ജോണും K മുരളീധരനും ഈ പരിപാടിയിൽ പങ്കെടുക്കും. മറ്റ് വിശിഷ്ടാതിഥികളും ഉണ്ടാകും. എടാ, എത്രാം ക്ലാസ്സിലാ? 5. ഓ, ആദ്യം തൊട്ട് ഇവിടെ തന്നെയാണ് പഠിക്കുന്നത്? അല്ല, 5ാം ക്ലാസ്സിലൂടെ ആദ്യമായിട്ട് വരുവാണോ? ആണോ? നീ എന്ത് ഇത്ര നേരത്തെ എത്തി? ചുമ്മാ കൂട്ടുകാരൊക്കെ കാണാൻ എക്സൈറ്റഡ് ആണോ? പിന്നല്ല. എവിടെ വീട്? എവിടെയാ? ചെമ്പഴന്തി. എവിടെ ക്ലാസ്? എവിടെ നിന്റെ ഇവിടെ ക്ലാസ്? എവിടെയാ? 12 മേളിലേ? 1ാം ക്ലാസ്സിൽ കുറെ പിള്ളേർ വരുന്നുണ്ട് ഇവിടെ. അറിഞ്ഞൂടെ? ടീച്ചർമാരെവിടെ? ടീച്ചർമാരൊക്കെ പറഞ്ഞേ ഉള്ളൂ. കൂട്ടുകാരൊക്കെ എപ്പോൾ എത്ര മണിയാകുമ്പോൾ എത്തും? അവര് കുറച്ച് മുമ്പ് വരെ ഇരിക്കും. എവിടെ വീട്? എവിടെയാ? ചെമ്പഴന്തി. പേരെന്താ? അമൻ ഷാ.
സേതു ഇപ്പോൾ ഒരാൾ നേരത്തെ എത്തിയിട്ടുണ്ട്. അവൻ കൂട്ടുകാരെയൊക്കെ കാണാൻ നേരത്തെ എത്തിയിട്ടുണ്ട്. എക്സൈറ്റഡ് ആണ് കുട്ടി. ഹാൻസ്, ഈ പുതു ദിവസം, അതായത് വേനലവധി കഴിഞ്ഞ് സ്കൂളിലേക്ക് വരുന്ന ദിവസം, അതേപോലെ തന്നെ സംസ്ഥാനതല ആഘോഷങ്ങളൊക്കെ തുടങ്ങുന്ന ദിവസം, ആ മൊത്തം അറ്റ്മോസ്ഫിയർ നിൽക്കുമ്പം ഹാൻസിന് പഴയ സ്കൂളിൽ പോയ ഓർമ്മകളൊക്കെ ഉണ്ടോ? അല്ല, അങ്ങനെ സ്കൂളിൽ പോയ ഓർമ്മകളൊക്കെ ഉണ്ടോ? സേതു സ്കൂളിൽ പോയ ഓർമ്മകൾ ഉണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു മങ്ങിയ ഓർമ്മയാണോ ഹാൻസേ? കുറച്ചുകൂടെ ഓർമ്മകളുള്ളത് ഈ അംഗൻവാടിയിലൊക്കെ പോയതിന്റെ. ഇല്ല, വലിയ ഓർമ്മകളൊന്നുമില്ല. കൂടുതലായും സ്കൂളിൽ പഠിക്കുമ്പോൾ കൂട്ടുകാരുമായിട്ടുള്ള നിമിഷങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഓർമ്മയുള്ളത്. പിന്നെ ആ കാലത്ത് കാണിച്ച കുസൃതികളൊക്കെ കുറച്ചൊക്കെ ഓർമ്മയുണ്ട്. പ്രധാനമായിട്ട് അംഗൻവാടി കാലയളവിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്. ആ സമയത്തും കുറേ കുസൃതിയൊക്കെ ഒപ്പിച്ചു കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഓർമ്മകളുണ്ട്.